കൂട്ടുകാരെ, ജേർണി ടു സക്സസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ 3 ചാപ്റ്റർ ആണല്ലേ പഠിച്ചത്. 5ാം ക്ലാസ്സിലെ 3 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ പാഠമാണ്. അതിൻ്റെ പേരാണ് വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ പേരും പച്ചക്കറി കൃഷിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വിത്തിട്ട് അതൊരു മുളച്ച് ചെടിയായിട്ട് വന്ന് അതിൻ്റെ അകത്തുനിന്ന് ഫലം കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. അത് അനുഭവിച്ചവർക്കാണ് അത് കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പം നമ്മൾ ഇന്നും അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അതായത് വിത്ത് മുളച്ച് ചെടിയാവുന്ന ഓരോ ഭാഗങ്ങൾക്ക് എന്ത് പേരാണ് പറയുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ പറയാൻ മറന്നു വന്നു കേട്ടോ, ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വിത്ത് വിതരണം എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാവേ. അതായത് നമ്മുടെ അപ്പൂപ്പൻ താടി ഇങ്ങനെ ആകാശത്തൂടെ പാറി പാറി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണം ഏത് വഴിയാണ്? കാറ്റ് വഴി. ഇനി എന്ന് പറയുന്നത് നദിയുടെയും പുഴയുടെയും കരയിലൊക്കെ ഒരുപാട് തെങ്ങുണ്ട് അല്ലേ. ഈ തേങ്ങ എങ്ങോട്ടാണ് വീഴുന്നത്? വെള്ളത്തിലോട്ട് വീണ് ഒഴുകി 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 വേറെ എവിടെയെങ്കിലും പോയിട്ട് അടുത്ത തെങ്ങായിട്ട് പോകും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് തെങ്ങിൻ്റെ വിത്ത് വിതരണം? ജലം വഴി. അതുപോലെ നമ്മുടെ വവ്വാല്, ചെറിയ കിളികളൊക്കെ പേരയ്ക്കൊക്കെ കൊണ്ടുപോയി തിന്നിട്ട് അതിൻ്റെ കുരുക്കളൊക്കെ താഴോട്ടിടും അല്ലേ. അതുപോലെ ചക്കക്കുരു അതെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് വേറൊരു വൃക്ഷമായിട്ട് മാറുന്നുണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ്? പേരയും പ്ലാവും ഒക്കെ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക, കാശിത്തുമ്പ, ഇത് രണ്ടും എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ് അതിൻ്റെ വിത്ത് വിതരണം നടക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പം നമ്മൾ വിത്തിനുള്ളിലെ ജീവനിൽ ആദ്യം പറയുന്നത് എന്താണ്? ബീജാങ്കുരണം. ഈ ബീജ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോരുത്. ബീജാങ്കുരണം എന്ന് വെച്ചാൽ ഒരു ചെടി വളരണമെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വേണം അല്ലേ. എന്താ വേണ്ടത്? സൂര്യപ്രകാശം വേണം, ജലം വേണം. അപ്പോൾ ഈ അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം എന്താവുന്നു? ഒരു കുഞ്ഞു തൈച്ചെടിയായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബീജമൂലം? ബീജമൂലം എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ആരാണ് പുറത്തു വരുന്നത്? അതാണ് ബീജമൂലം എന്ന് പറയുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം. ഇനി എന്താണ് ബീജശീർഷം? ബീജശീർഷം എന്ന് വെച്ചാൽ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതാണ് ബീജശീർഷം. ഭ്രൂണത്തിൽ നിന്ന് മുകളിലോട്ട് വളരുന്നതിനെയാണ് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നത്. ഈ ബീജശീർഷമാണ് പിന്നീട് കാണ്ഡമായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് ബീജപത്രം? ബീജപത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുത്തു. നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന സമയത്ത് എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനോ എടുത്ത് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലേ. അമ്മയുടെ പാലാണല്ലേ കുടിക്കുന്നത്. അതുപോലെയാണ് ബീജപത്രം. കുഞ്ഞു ചെടി ഇങ്ങനെ വളർന്നു വരുമല്ലേ, വളരെ ചെറുതല്ലേ, അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ ഒന്നും പാകമായിട്ടില്ല. അപ്പോൾ അവർക്കൊരു പാകമാവുന്നത് വരെ, ഇലകളിൽ വെച്ച് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ ഒരു പ്രായമാവുന്നത് വരെ അവർക്ക് ബീജപത്രത്തിലുള്ള ആഹാരമാണ് അവർ ഉപയോഗിക്കുന്നത്. ബീജപത്രത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആഹാരമാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു പ്രായമായി കഴിഞ്ഞ് ഒരു പക്വത ആയി കഴിയുമ്പോഴത്തേക്ക് എന്താവും? അവർ സ്വന്തമായിട്ട് ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്തോളൂ. അതുവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബീജപത്രത്തിലെ ആഹാരമാണ്. ഇനി അടുത്തത് കായിക പ്രജനനമാണ്. കായിക പ്രജനനം എന്ന് വെച്ചാൽ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വേരും തണ്ടും ഇലയാണ് അല്ലേ. ഇവയിൽ നിന്ന് എന്താവുന്നു? പുതിയ സസ്യം ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കാർഷിക വിളകൾ, അവയുടെ ജന്മദേശമാണ് നോക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോ. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി, ഇവയുടെ എല്ലാം ജന്മദേശം അമേരിക്കയാണ്. അതുപോലെ തന്നെ തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ചൈനയെന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ കൊറോണയല്ലേ ഓർക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ്, റബ്ബറിൻ്റെയും കശുമാവിൻ്റെയും ജന്മദേശം ബ്രസീൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ.
നമുക്ക് സമയമുണ്ടല്ലോ, ഒരു ചെറിയൊരു ടോപ്പിക്ക് കൂടെ നോക്കാം. ഊർജത്തിൻ്റെ ഉറവകൾ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതുപോലെ വളരെ ചെറിയ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്ന് കേട്ടിരുന്നാൽ മതി. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങളെന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കൽക്കരിയും പെട്രോളിയം ഒക്കെ ഒരു ഇന്ധനമാണ്. ഈ കൽക്കരി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാവുന്നത്. അതുപോലെ കൽക്കരി ഏത് തരം ഇന്ധനമാണ്? ഒരു ഫോസിൽ ഇന്ധനമാണ്. ഇത്രയും കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോ. ഇനി പറയാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്ന് വെച്ചാൽ നമ്മൾ ഈ കൽക്കരി പെട്രോളിയം പോലത്തുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിനെയൊന്നും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല. ഇതിനെയാണ് നമ്മൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്ന് പറയുന്നത്. ഇനി പാരമ്പര്യേതര എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം, തിരമാല, കാറ്റിൽ നിന്നുള്ളത്, ഇതൊന്നും നമുക്ക് തീരത്തില്ല അല്ലേ. എന്നും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നവയാണിതെല്ലാം. ഒരിക്കലും എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് സോളാർ സെല്ലിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ കൊണ്ടാണ്. അതുപോലെ സോളാർ സെല്ലിൻ്റെ നടക്കുന്ന ഒരു ഊർജ്ജമാറ്റം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഊർജ്ജം ലാഭിക്കുന്നതിൽ CFL ആണോ നല്ലത്, LED ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഏതാണ് ഏറ്റവും നല്ലത്? ഊർജ്ജം ലാഭിക്കുന്നതിൽ ഏറ്റവും നല്ലത് LED ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.